ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്ന ചില ചിന്തകളിൽ നിന്ന് തന്നെയാണ് നമ്മളിന്നും നമ്മളെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ശുശ്രൂഷയുമായി നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ ബുദ്ധിയിലോ അല്ലെങ്കിൽ എൻ്റെ കഴിവോ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളോ ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന വചന വെളിപ്പാടുകളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം എന്ന് വെച്ചെന്നാൽ, എല്ലാ ദിവസവും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഈ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് എനിക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറയുണ്ടായിരുന്നു, എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമാണ്, ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ടൊരു വിഷയമാണ് വിശ്വാസികളായിട്ടുള്ള ഓരോ വ്യക്തികളെയും കാണുമ്പോൾ യേശു നിനക്ക് വ്യക്തിപരമായിട്ട് നിനക്ക് ആരാണ് എന്ന് ചോദിക്കണം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഞാൻ പറയുണ്ടായിരുന്നു, അത് പ്രകാരം ഞാൻ പലരോടും ഞാൻ ചോദിച്ചു. പക്ഷെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ആരും തന്നെ എന്നോട് പറഞ്ഞില്ല. അതെനിക്ക് വളരെ വിഷമം ഉണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന മറ്റൊരു കാര്യമാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിനോടാണ്. നമുക്കറിയാം, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും യേശു കർത്താവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായി ചെന്നിരിക്കേണ്ടത് പിതാവിൻ്റെ സന്നിധിയിലാണ്. പിതാവാണ് നമുക്ക് പുത്രനായ യേശുവിനെ നമുക്ക് നൽകിയത്. ആ യേശുവിനെ നമുക്ക് വീണ്ടെടുപ്പുകാരനായി ക്രിസ്തുവായിട്ട് നമുക്ക് നൽകി. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇതൊക്കെ എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായിട്ടാണ് ഇരിക്കുന്നത്. യേശു കർത്താവിലൂടെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മളോട് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇംഗിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സഹായകനായ പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അപ്പോൾ ദൈവം തന്നെ നമ്മൾക്ക് എങ്ങനെയാണോ വെളിപ്പെടുത്തി തന്നത്, അതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു വന്നിട്ട് തൻ്റെ പിതാവിനെ നമ്മളെ പിതാവായിട്ട് നമുക്ക് നൽകി. അതുപോലെ പിതാവ് തൻ്റെ പുത്രനെ നമ്മളുടെ ക്രിസ്തുവായിട്ട് നമുക്ക് നൽകി. ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ, നമ്മൾ നീതീകരിക്കപ്പെട്ടപ്പോൾ, നമ്മൾക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം കിട്ടി. നമ്മുടെ ആത്മാവ് നീതീകരിക്കപ്പെട്ടപ്പോൾ, വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തിയത് 3 അവസ്ഥകൾ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സമീപിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താ നമ്മളുടെ ജീവിതത്തിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് ഞാൻ അനുഭവിച്ചത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് പിതാവായ ദൈവമാണ്. നമ്മളോട് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ആത്മാവോട് ചേർന്ന് നിന്ന് നമ്മുടെ ആത്മാവിൽ ദൈവഹിതം വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് സത്യം എന്ന് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാകൊണ്ട് അത് സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം
നമുക്ക് വചനത്തിലൂടെയാണ് അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളിലെ ആ ആദിമസഭയിൽ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ഉപദേശിക്കപ്പെട്ടതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. അത് വെളിപ്പാടാണെങ്കിലും അത് വചനത്തിലൂടെ വചനസത്യം നമുക്ക് വെളിപ്പെടുത്തി തരിക ചെയ്തത്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമ്മൾ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണം. പിതാവിൽ നിന്നാണ് നമുക്ക് ദൈവ ആലോചനകളെ ലഭിക്കുന്നത്, ദൈവിക വെളിപ്പാടുകളെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ യേശുവിനെ കർത്താവാണെന്ന് പത്രോസ് പറഞ്ഞപ്പോഴും അവിടെ യേശു കർത്താവ് പറഞ്ഞത്, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്ര ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ നമുക്ക് ദൈവികമായ വെളിപ്പാടുകളെ ലഭിക്കണമെങ്കിൽ അത് പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ്, അത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് നമ്മളെ പ്രാപ്തനാക്കിയത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്താലാണ് നമുക്ക് നീതീകരണം കിട്ടിയത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് പലർക്കും മനസ്സിലാവുന്നില്ലായിരിക്കാം. കാരണം എന്നിട്ട് യേശു കർത്താവ് പറയുന്നത്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ലെന്ന് നിക്കോദേമോസിനോട് യേശു കർത്താവ് പറഞ്ഞതാ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ. അതിനുശേഷം യേശു കർത്താവ് പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ലെന്ന്. അപ്പോൾ കാണുന്ന ഒരു സ്റ്റേജുണ്ട്, കടക്കുന്ന ഒരു സ്റ്റേജുണ്ട്. ആ കടക്കുന്ന സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കർത്താവ് കൃപ ചെയ്തെന്നാൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കും. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 13 യേശു കർത്താവ് പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നതാ, നീ എൻ്റെ ഉപമകളാൽ നീ സംസാരിക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ യേശു കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ വരം ലഭിച്ചത് ശിഷ്യന്മാർക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകളെ, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ പിതാവാണ് നമുക്കിത് വെളിപ്പെടുത്തി തരുന്നത്. അത് പുത്രൻ്റെ കൃപയാലാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുവാനായിട്ട്, നിങ്ങൾ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുവാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, വചനം വായിക്കാനിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആദ്യം ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നമുക്ക് വചന വെളിപ്പാടുകളെ നൽകണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അപ്പോൾ തന്നെ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ കൃപ വ്യാപരിക്കാൻ യേശുവിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിക്കണം. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളോട് ദൈവവചനത്തിൻ്റെ പൊരുളുകളെ നമുക്ക് തിരിച്ചു തരും, വിവേചിച്ചു തരും. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിലുള്ള വിടുതലുകളും ദൈവരാജ്യത്തിലുള്ള അധികാരങ്ങളും ദൈവരാജ്യത്തിൽ നമുക്കുള്ള സാധ്യതകളെല്ലാം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ശുശ്രൂഷകനാകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വീണ്ടും പറയാനുള്ളത്, പലപ്പോഴും ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന് കാരണം യഥാർത്ഥമായിട്ടുള്ളൊരു വീണ്ടും ജനന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പറയുന്ന പല വെളിപ്പാടുകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ അനുദിനം കഴുകപ്പെടുവാൻ, നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന കുറവുകളെ തിരിച്ചറിഞ്ഞ അനുദിനം യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുവാനും കടന്നു ചെല്ലുവാനും യേശുക്രിസ്തു മുഖാന്തരം ഓരോ ദിവസവും ഒരു കഴുകപ്പെടുന്ന അനുഭവം, മാനസാന്തരത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ സമർപ്പിക്കപ്പെടണം. ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ ഈ ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് മെസ്സേജ് ഇടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ മെസ്സേജും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് 6 മണിക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ക്രിസ്തു യേശു മുഖാന്തരം
നിങ്ങളുടെ മേൽ കൃപ വ്യാപരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്രൻ മുഖാന്തരം ഓരോരുത്തരുടെ മേലും അവിടുത്തെ കൃപ വ്യാപരിക്കുവാനും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അനുഭവം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടിനെ, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ, കൃപയുടെ ആഴങ്ങളെല്ലാം ഗ്രഹിപ്പാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.